സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പാൽ 1 ആൻഡ് പാൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പാൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 2 പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേയുടെ എനർജീസ് എന്താണ്. താങ്ക് യു. Six of Swords in the energy, King of Swords in the energy, 8 of Wands in the energy, Justice in the energy. ബാക്കിൽ ഇവിടെ 7 of Wands in the energy ആണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ പീസ്ഫുള്ളി മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും ഇമോഷണൽ എനർജി കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സമാധാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ന്യൂ എനർജീസ്, പോസിറ്റീവായിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട്, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. യാത്രകൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ കിങ് ഓഫ് സോഡ്സിൽ ഒത്തിരി പവർ, ഒത്തിരി അറ്റൻഷൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വേർഡ്സ് ഒത്തിരി പവർഫുള്ളായിരിക്കാം, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി പവർഫുള്ളായിരിക്കാം. അത് നിങ്ങളുടെ പവർ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി, എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയായിട്ട് എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു എനർജിയും കുറച്ച് പേരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ് ആയിരിക്കാം, അതിൽ നിന്നും റിലീസായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജിയും ആയിരിക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാണോ, പ്രിപ്പയർഡ് ആണോ, ആ ഒരു കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ലോ ഫോളോ ചെയ്യുന്നതായിരിക്കാം. ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ 7 of Wandsൽ വന്നിട്ട് ചിലപ്പോൾ ഒത്തിരി ചാലഞ്ചസ് വരുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെ കുറച്ച് പേര് സ്ട്രോങ് ആയിട്ട് തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കുറച്ച് പേരുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റായ ഡെസിഷൻ, എന്തെങ്കിലുമൊക്കെ ലോ വൈബ്രേഷൻ എനർജിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളവിടെ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ്, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേർ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്താണ്. കുറച്ച് പേർക്ക് നിങ്ങളെന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴായിരിക്കാം, ഇമെയിൽ ആയിരിക്കാം, അതിന് റിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കാം, അവിടെയെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണ്. ഫെബ്രുവരി 2 പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു.
pile number 2, Sunday energy. Ace of Pentacles in the energy, 6 of Cups, 2 of Cups, 2 of Wands, ബാക്കിൽ 5 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേരുടെ ഉള്ളിലൊരു റെസ്റ്റ്ലെസ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഒരു ടെൻഷൻ്റെ എനർജി, ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചോയ്സസ്, നിങ്ങൾ എന്താണ് ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ ഇവിടെ ഒത്തിരി ന്യൂ എനർജീസ്, ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടഫ് സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യാശ, ഒരു ഹോപ്പ് നൽകുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ്, ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്ന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തടസ്സപ്പെട്ട് നിന്ന എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും എനർജീസ് റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കാം. പാസ്റ്റിലെ എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം, വ്യക്തികൾ റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം. ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ നൽകാനായിട്ട് എന്താണ് സംഭവിച്ചത്, ഇതാണ് ഇതിൻ്റെ ഉത്തരം, ആ ഒരു രീതിയിൽ ആൻസേഴ്സിൻ്റെ രൂപത്തിൽ എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു ന്യൂ എനർജി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സിൽ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആരോഗ്യം, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, വിശ്രമിക്കുക, നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈല്, അതിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി, പാർട്ട്ണർഷിപ്പിലായിരിക്കും, അവിടെ കുറച്ചൊരു സ്നേഹം, അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി, അത് കുറച്ചും കൂടെ നറിഷ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീൻ, അതിലെല്ലാം കുറച്ചും കൂടെ അഗെയിൻ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ. ചിലപ്പോൾ പാസ്റ്റിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ലഭിച്ചില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടുവന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുവഴി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വർത്ത്, മൂല്യം, അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഉള്ള നല്ല നല്ല കാര്യങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അത് കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇതൊരു ഇമോഷണൽ എനർജി, ഒത്തിരി സ്നേഹത്തിൻ്റെ, കമ്പാഷൻ്റെ എനർജിയാണ്. കുട്ടികളുടെ ലൈഫിലായിരിക്കാം, കുറച്ച് പേർക്ക് അറിവിൻ്റെ രൂപത്തിലായിരിക്കാം, നോളേജിൻ്റെ രൂപത്തിലായിരിക്കാം, ഒത്തിരി എനർജീസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ അറിവുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അഗെയിൻ എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കുന്നുണ്ടാകാം, വിശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണ സമയത്ത് പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും ആ ഒരു സിറ്റുവേഷൻ വഷളാക്കാതിരിക്കുക. ഇനി മുന്നോട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പുതിയതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, പുതിയ ഇൻസ്പിറേഷൻസ് കൊണ്ടുവരിക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് വീട്ടിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റാനായിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട്, എല്ലാവർക്കും ഗുണമുള്ളതായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.